നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇന്നൊരു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമ്മാനമാണ്, മറ്റാർക്കും അല്ല, നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു സമ്മാനമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഒരു പേപ്പർ എടുക്കാം. അതിന് ഏകദേശം 1 സെന്റിമീറ്റർ വീതിയിൽ ഇതുപോലൊരു പീസ് നമുക്ക് മുറിച്ചെടുക്കാം. പേപ്പറിന്റെ അറ്റം ചെറുതായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചുരുട്ടിയെടുക്കുന്നതിനനുസരിച്ച് പേപ്പർ വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഇല്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. നമ്മുടെ മാഗസിൻ്റെ ഒക്കെ പുറംചട്ടയില്ലേ, അതോ അല്ലെങ്കിൽ ഉൾപേജുകളിൽ ഇങ്ങനെ പരസ്യമൊക്കെ വരില്ലേ, അതൊക്കെ നല്ല തിളക്കമുള്ള പേജുകളായിരിക്കും. അപ്പം അതിൽ നിന്ന് എഴുത്ത് വരാത്ത ഭാഗം കീറിയെടുത്തിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ലാവൻഡർ നിറം എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങളിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും പേപ്പർ ചുറ്റിയെടുക്കണ്ട കേട്ടോ. കുറച്ച് ചുറ്റിയിട്ട് പേപ്പർ കട്ട് ചെയ്ത് കളയാം. ഈ പേപ്പറിൻ്റെ വാലറ്റം നമുക്ക് ഈ പൂവിലോട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ ഇത് നടുഭാഗത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടെ കുറച്ച് പശ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് പൂക്കളും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് കളർ പേപ്പറിലോട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. കുറച്ച് പച്ച കളറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുള്ള ചാക്കുനൂലാണ് കേട്ടോ ഇത്. ചാക്കുനൂൽ ഒരു 5 പീസാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെ നമുക്കിതിന് ഈ പേപ്പറിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് ഏകദേശം താഴ്ഭാഗത്തായിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ നൂലിൻ്റെ അറ്റത്തും പശ പുരട്ടിയിട്ട് ഇതുപോലെ കുറച്ച് വിട്ട് വിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നൂലിൻ്റെ അറ്റം കാണാത്ത രീതിയിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കളെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഒരു കുഞ്ഞു റിബൺ ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചാക്കുനൂല് ഒരുമിച്ച് ഒട്ടിച്ചില്ലേ, അതിന് മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അമ്മയ്ക്ക് കൊടുക്കാനുള്ള നമ്മുടെ അടിപൊളി കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി സ്വീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ ക്രയോൺസ് ഉപയോഗിച്ച് ഞാനിവിടെ ഒരു കുഞ്ഞു വേർഡിങ്സ് എഴുതുന്നുണ്ട്. മോം ഐ ലവ് യു എന്നാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഒരു വൈറ്റ് പേപ്പറിൽ പിങ്ക് കളർ ക്രയോൺ ഉപയോഗിച്ചിട്ട് ഒരു അമ്മക്കിളിയും 2 കുഞ്ഞുങ്ങളെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ വരയ്ക്കുന്നത് കണ്ട് മോൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ കേൾക്കാം കേട്ടോ. അല്ല മുത്തേ, ഇതൊരു ഫ്ലമിങ്ങോ എന്നും പറഞ്ഞൊരു ജീവിയാണ് പറഞ്ഞത്. നമ്മൾ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ കുഞ്ഞു മക്കളെയും കൂടി ഉൾപ്പെടുത്തുക. അതൊന്നുകൂടി രസകരമായിരിക്കും. അവർക്കും അത് ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. താറാവല്ല മുത്തേ, ഇതൊരു കുഞ്ഞു കിളിയാണ്. വെന്തുമ്മി 2 കുഞ്ഞുങ്ങളും കണ്ട. കാലനുമ്മി വരക്കണത്. ഒരു ബ്ലാക്ക് കളർ പെന്ന് ഉപയോഗിച്ച് നമ്മുടെ അമ്മക്കിളിക്കും കുഞ്ഞുങ്ങൾക്കും കാലും ചുണ്ടും കണ്ണൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊണ്ണു വരച്ചല്ലോ ഉമ്മി. കുഞ്ഞിക്കുരുവിക്ക് കാല് വരക്കാം. കുഞ്ഞിക്കുരുവിക്ക് ഒരു കുഞ്ഞു പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 5 or 6 തുള്ളി പിങ്ക് കളർ ഗ്ലാസ് പെയിന്റ് നമുക്ക് ഒഴിച്ചെടുക്കാം. ഗ്ലാസ് പെയിന്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അക്രിലിക് കളറോ ഫാബ്രിക് കളറോ അങ്ങനെ എന്തെങ്കിലും ഒരു പിങ്ക് കളർ മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളർ ഈ കോട്ടണിൽ മുഴുവനാക്കി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ പുരട്ടിയിട്ട് നമ്മുടെ ഈ പിങ്ക് കളർ കോട്ടനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഇതിങ്ങനെ വല്ലാണ്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വിരലുകൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഈ കോട്ടൺ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഭംഗി. നമ്മുടെ ഫ്ലെമിംഗോൻ്റെ കുഞ്ഞി കിളികൾക്കും ഇതുപോലെ തന്നെ കോട്ടൺ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിങ്ക് കളർ ക്രയോൺ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഞാനൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ കാലുകളൊക്കെ ഒന്നുകൂടി ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ക്രാഫ്റ്റാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കോട്ടണും ഒരു ക്രയോണും മാത്രം മതി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പേപ്പർ എടുത്ത് അതിന് ഇതുപോലെ ഒന്ന് മടക്കി കത്രിക ഉപയോഗിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ചതുരത്തിലുള്ള പേപ്പറിനെ നമുക്കിതുപോലെ മടക്കി 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 എടുക്കാം. ഒരു പെന്നുകൊണ്ട് ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് കത്രിക ഉപയോഗിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി പേപ്പർ ഒന്നും കീറിപ്പോവാണ്ട് മെല്ലെ 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 നമുക്കതൊന്ന് നിവർത്തിയെടുത്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഇതുപോലെ ഒരു പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പിങ്ക് നിറമല്ലേ, ഇതിനേക്കാളും കുറച്ചും കൂടി വലുതും കുറച്ചും കൂടി ചെറുതുമായിട്ട് 2-3 നിറങ്ങളിൽ പൂക്കൾ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ പൂവിൻ്റെ നടുഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഒരു പേപ്പർ ഇതുപോലെ കത്രിക ഉപയോഗിച്ച് കുനു 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 കുനാന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതൊരു പഴയ കല്യാണക്കത്താണ് കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ഈ പേപ്പർ പൂക്കളൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആ പൂവ് മൊത്തത്തിൽ കാടിലോട്ട് ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് മാത്രം കുറച്ച് പശ വരട്ടി കൊടുത്താൽ മതി. ഒന്നിന് മുകളിൽ കറക്റ്റായിട്ട് അടുത്ത പൂവ് ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ. ആദ്യത്തെ പൂവിൻ്റെ 2 ഇതളുകളുടെ ഇടയിലുമായിട്ട് വേണം അടുത്ത പൂവിൻ്റെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് എല്ലാ പൂക്കളും നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങളിലുള്ള പേപ്പർ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു റെഡ്, ഓറഞ്ച്, പിങ്ക്, മഞ്ഞ ആ ഒരു നിറങ്ങളിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പൂക്കളുടെ നടുഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രീപ്പ് പേപ്പറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു പച്ച കളർ പേപ്പറിൽ നിന്ന് 2-3 വലിപ്പത്തിലുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഇലകളാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് പൂവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കളർ ക്രയോൺ ഉപയോഗിച്ച് എല്ലാ ഇലകളിലും ഇതുപോലെ വെയിൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, ഇനി നമുക്ക് അമ്മയോട് പറയാനുള്ള എന്തെങ്കിലും ഒരു വിഷയം കൂടി ഇതിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് റെഡിയായി. ഇനി അതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി കാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു ദീർഘചതുരത്തിലുള്ള പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഒരു പെന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വരച്ചെടുത്തത് കത്രിക ഉപയോഗിച്ച് എളുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു 4 എണ്ണം, ഒരു 4 ഹാർട്ട് ഷേപ്പിലുള്ള പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു
കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് ഒരു കത്രിക ഉപയോഗിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പർ ഓരോന്നോരോന്നായിട്ട് കാർഡ്ബോർഡിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ പേപ്പറൊക്കെ ഒട്ടിച്ചു കഴിയുമ്പോൾ സൈഡിലൊക്കെ കാണുന്ന ഈ കാർഡ്ബോർഡിൻ്റെ പീസസ് ഇല്ലേ, അത് കത്രിക ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇതൊരു പഴയ കല്യാണ കത്തിൽ നിന്ന് വെട്ടിയെടുത്ത് കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. ഇനി കത്തിൽ എഴുത്തൊക്കെ വരുന്ന ഭാഗങ്ങളാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വെള്ള പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഴുതിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുക. ഇല്ലേ, എല്ലാവരും വീഡിയോ കണ്ടില്ലേ? വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി കാര്യമാണ് കേട്ടോ. കൊറോണ കാരണം പുറത്തു പോകാൻ പറ്റുന്നില്ല, സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. കൂടുതലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പഴയ കല്യാണ കത്തുകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ വെട്ടി നമ്മുടെ കളിക്കുടുക്കയിലോ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ട് മാഗസിൻ്റെ ഒക്കെ പേജുകൾ കീറിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം എല്ലാവരും എന്തായാലും ചെയ്തു നോക്കുക കേട്ടോ. വെക്കേഷനൊക്കെയാണ്, എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നീ കുറച്ച് വേർഡ്സ് എഴുതുകയാണ് ചെയ്തത്, അത് വേണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നിങ്ങളുടെ അമ്മയോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുത്താലും മതി. അപ്പൊ അതൊന്നുകൂടി നന്നായിട്ട് വരും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആദ്യം മറക്കരുത്. വീട്ടിൻ്റെ അകത്തിരുന്ന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് സമ്മാനം ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.